എന്തെങ്കിലും വേറെ ആരെങ്കിലും ഇങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയോ? ആർക്കെങ്കിലും മീൻസ് എനി സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും challenges എന്തെങ്കിലും ഉണ്ടായിരുന്നു? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഇനീഷ്യേറ്റ് ഓർ ഇൻട്രൊഡ്യൂസ് പീപ്പിൾ. ബിക്കോസ് നമ്മൾ ആൾക്കാരോട് പോയി പറയുക, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഇതിൻ്റെ നമ്മളുടെ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമുക്ക് കുറച്ചൊരു കഷ്ടം തന്നെയാണ്. ആൾക്കാർ നമ്മളുടെ അടുത്ത് വരും, എനിക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കണ്ടിട്ട് എനിക്കും പഠിക്കണം, അങ്ങനെ വന്ന ഒരു ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് ഡിഫറെൻ്റ് എന്തെങ്കിലും? ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബ്രദറിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷനും ഇല്ല, ആൾ അമ്പലത്തിൽ നിന്ന് പോവില്ല. പക്ഷേ ആൾ ഫിനാൻഷ്യലി പിന്നെ പേഴ്സണലിയൊക്കെ ഭയങ്കര ലോ ആയിട്ട് നിൽക്കുന്നൊരു സമയമായിരുന്നു, ഭയങ്കരമായിട്ട് ചലഞ്ച് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു, ഹെൽത്ത് വൈസും മെൻറ്റൽ വൈസും ഒക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചു അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പോൾ അത് ഒരു ഇതായിരുന്നു. അപ്പോൾ ആളെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ആളുടെ കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു, ഫിനാൻഷ്യലി കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു. ആൾ എന്നെ ശ്രദ്ധിക്കാനും എന്നെ വിശ്വസിക്കാനും തുടങ്ങി. അങ്ങനെ ആൾ തുടങ്ങി. അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ് ആൾ അമ്പലത്തിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആൾക്ക് നല്ലൊരു വിഷനും കിട്ടിയിരുന്നു, ബാബാജിയുടെ ഒരു അനുഗ്രഹത്തിൽ നല്ലൊരു വിഷയം കിട്ടിയിരുന്നു. അത് എനിക്ക് പോലും ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു വിഷയം. അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ആൾ ദുബായിൽ കുറേ നാളുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ദുബായിൽ ഇരിക്കുമ്പോൾ ആളുടെ കല്യാണം ഒരു ഇൻ്റർകാസ്റ്റ് ആയിട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു. അപ്പോൾ വൈഫ് ഫിലിപ്പൈൻസിലുള്ള ഒരു പെൺകുട്ടിയാണ്, ക്രിസ്ത്യനാണ്. പക്ഷെ അവരിപ്പോൾ നാട്ടിലാണ് സെറ്റിൽഡ്. അവിടുന്ന് ദുബായിൽ നിന്നൊക്കെ വന്ന് കുട്ടി നാട്ടിൽ സെറ്റിൽഡായി. കുട്ടി നമ്മുടെ ഒരു കേരളീയ തനിമയിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് ഈ മെഡിറ്റേഷൻ, ബ്രദർ ഇങ്ങനെ 4 മണിക്ക് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യും. ഈ മെഡിറ്റേഷന് മുന്നേ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, 2-3 ഗുരുബ്രഹ്മേക്കൾ മുന്നേ ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോനെ ഭയങ്കരമായിട്ട് ആകർഷിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം സിസ്റ്ററിനോട് സംസാരിച്ചു. അങ്ങനെ ഞാൻ സിസ്റ്റർ-ഇൻ-ലോനെ ഇനിഷ്യേറ്റ് ചെയ്തു. ആ കുട്ടി ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട്, കുട്ടിക്ക് ഒത്തിരി വിഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു സന്തോഷം സംഭവിച്ചാണ് വെച്ചാൽ വേറൊരു രാജ്യത്തെ ഒരു പെൺകുട്ടിയാണ്, ഭയങ്കര കുറച്ചും കൂടി റിലീജിയസ് ആണ് പെൺകുട്ടി. പക്ഷേ അതിൽ നിന്ന് ഇത് മനസ്സിലാക്കി ഇത് തുടങ്ങി. അപ്പോൾ അത് ഒരു വലിയൊരു സന്തോഷമാണ് എനിക്ക്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ്, മീൻസ് അമ്പലത്തിൻ്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ എന്തെങ്കിലും? അതെ, നമ്മളിപ്പോൾ നമ്മൾ കൂടുതലിങ്ങനെ എക്സ്പീരിയൻസുകളൊക്കെ വന്നപ്പോൾ ഞാൻ എപ്പോഴും ഗുരുമാതയുടെ എല്ലാ വീഡിയോ കാണും. അപ്പോൾ അതിൽ ഗുരുമാത പറയുന്നുണ്ട്, നിങ്ങൾ അമ്പലത്തിലേക്കൊക്കെ പോകാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ അവിടെ ഇരുന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് കിട്ടുന്ന ഒരു സുഷുമ്ന ക്രിയോയോഗിക്ക് ഒരു 90% മേലെ നമുക്ക് അവിടുത്തെ എനർജി കിട്ടുന്നു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുമാത പറയുന്നത്. അപ്പോൾ ഞാൻ ഡിസംബറിൽ നാട്ടിൽ വന്നപ്പോൾ കേരളത്തിലെ ഒരു പ്രധാന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. അപ്പോൾ അങ്ങനെ അവിടെ തൊഴുതിട്ട് ഞാൻ ദേവിയുടെ അമ്പലമാണ്. ഭയങ്കര ഒരു നല്ല ഐതിഹ്യമുള്ളൊരു അമ്പലമാണ്. മൂകാംബികയിൽ നിന്നും ദേവി കൊണ്ടുവന്നിട്ടുള്ളൊരു ശങ്കരാചാര്യൻ കൊണ്ടുവന്നിട്ടുള്ളൊരു അമ്പലമൊക്കെയാണ്. അപ്പം ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഞാൻ ഇവരെ വൈഫിനെയും മക്കളെയും ഞാൻ കാറിലാക്കിയിട്ട് ഞാനൊരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഇവരുടെ അടുത്ത്. എന്നിട്ട് ഞാൻ ചെയ്യാൻ നോക്കി. അപ്പോൾ അവിടെ എങ്ങനെയാണെങ്കിൽ ദേവിയുടെ രൂപം മാറും. 10 മണി വരെ മൂകാംബികമ്മനെയാണ് അവിടെ പൂജിക്കുക, അതിനുശേഷം ദുർഗാദേവിയാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് 8:30-9 മണിക്കാണ് സമയം തോന്നുന്നു എനിക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അവിടെ ഒരു നല്ല ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് കിട്ടി. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓംകാരം ഇതൊക്കെ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ സരസ്വതി ദേവി ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും, എനിക്ക് പെട്ടെന്ന് കണ്ണ് തുറക്കണമെന്നും എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാനുള്ള ആദ്യമായിട്ട് ഇങ്ങനെ അമ്പലത്തിൽ ഇരുന്നിട്ട് ആ ദേവിയുടെ രൂപം കാണാനാണ്. ഇപ്പം നമ്മൾ ദേവീനെ വന്ന് നമ്മൾ അമ്പലത്തിൽ തൊഴുക, അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. പക്ഷെ ദേവി തന്നെ നമ്മളുടെ ഇതിലേക്ക് വരുന്ന നമുക്ക് ദർശനം തന്നപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസായി. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ബിഗിനറായി കണ്ട് എനിക്കത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നേരം കൂടിയും ആ ഒരു ഇതിലിങ്ങനെ ആനന്ദമായി ഇരിക്കാൻ പറ്റിയില്ല. എനിക്കിതിങ്ങനെ
പെട്ടെന്ന് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയണമെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഗുരുമാതയുടെ ഒരു അനുഗ്രഹം. അത് തീർച്ചയായിട്ടും ഗുരുമാത പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇത്ര വേഗം നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ബിക്കോസ് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ സ്പിരിച്വൽ വേൾഡിലായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് റൈറ്റ് പാത്ത്, റൈറ്റ് ഗുരു കിട്ടി. അത് നിങ്ങൾക്ക് വേറെ ലെവലിലേക്ക് തന്നെ കൊണ്ടുപോയില്ല. അതാണ് വിപിൻ ജിയുടെ എക്സ്പീരിയൻസസ്. അപ്പോൾ അത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ശേഷം ഇപ്രാവശ്യം ഞങ്ങൾ കാശിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ കാശി വിശ്വനാഥ സ്വാമിനെ തൊഴുക, പിന്നെ കാലഭൈരവ സ്വാമിനെ തൊഴുക, പിന്നെ ഗുരു പൗർണമിക്ക് വരിക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ 1.5 മാസം മുന്നേ തന്നെ ഞാൻ ഗുരുമാതയ്ക്ക് ഞാൻ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്കൊരു തടസ്സങ്ങളില്ലാണ്ട്, തടസ്സം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉള്ളത് ഒരു സ്പെഷ്യൽ മോനാണ്. അപ്പോൾ അതുകൊണ്ട് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് അവിടെ എനിക്കും എൻ്റെ വൈഫിനും കിട്ടിയ നല്ല ദർശനമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ദർശനം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ തന്നെ എനിക്ക് പോയി ഞങ്ങൾ ആ കാശി വിശ്വനാഥ സ്വാമിയിൽ ഞങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ ഒരു 10-25 വയസ്സുള്ള ഒരു പയ്യൻ ഞങ്ങളെ വിളിക്കുകയാണ്, തൊഴാനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോയി ഞങ്ങൾക്ക് സുഖമായി തൊഴിപ്പിച്ചു. നല്ല ദർശനം, അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. തിരക്കൊന്നും ഉണ്ടായില്ലേ അവിടെ? തിരക്കുണ്ടായിരുന്നു, സാധാരണ തിരക്കുണ്ടായിരുന്നു, പക്ഷെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ എന്തോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. അത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ അമ്പലത്തിലെ നല്ലൊരു ദർശനം കിട്ടാൻ ഭാഗ്യമുണ്ടായി. ഗുരുമാതയുടെ ഒരു അനുഗ്രഹം എന്നതുപോലെ ഞങ്ങൾക്ക് സുഖമായിട്ട് ഒരാൾ വന്നു മുമ്പിൽ കൊണ്ടുപോയി. ആ ഒരു അമ്പലത്തിലേക്ക് നമ്മൾ കയറുമ്പോഴാണ് ആ ഒരു വ്യക്തി നമ്മളെ നോക്കി നിൽക്കുകയാണ്. ആ വ്യക്തി നമ്മളെ ആ കാശി വിശ്വനാഥ സ്വാമിയുടെ ഉള്ളിൽ കംപ്ലീറ്റ് ദർശനം നടത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ആ പുള്ളിക്കാരൻ പോയി. അത് വലിയൊരു ഒരു സംഭവം തന്നെയാണ്. ഞങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾക്കും പോലും ആ ദർശനത്തിന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ റൂമിലേക്ക് എത്താൻ പറ്റും. അത് വലിയൊരു അത് 2 കാലഭൈരവ സ്വാമിനെ തൊഴുത് ഒരു 1.5 മണിക്കൂറിൽ നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഞാൻ ഗുരുമാതയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്, നമ്മുടെ മക്കൾ കിടക്കേണ്ട, ഗുരുമാത നോക്കണം, ഞങ്ങൾക്ക് തിരിച്ചെത്രയും പെട്ടെന്ന് എത്താൻ പറ്റണം എന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും വീണ്ടും അതിന് നന്ദി പറയാണ്. ഈ വേളയിലും നന്ദി സ്മരിക്കുകയാണ് ഗുരുമാതയ്ക്ക്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. വണ്ടർഫുൾ. നിങ്ങൾ ഇങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര ആൾക്കാരെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ് ഓർ എനിത്തിങ് വിച്ച് യു മെമ്മറബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇങ്ങനെ ആൾക്കാരെ സുഷുമ്ന ക്രിയയിലേക്ക് കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷം, എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് അവർക്ക് ഹെൽപ്പായിട്ടുണ്ട്, അതിലെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ അമ്മായിയമ്മനെ, അതിനെ പറ്റി? അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിലേക്ക് ഗുരു പൗർണമിക്ക് വേണ്ടി ഞങ്ങൾ വരുമ്പോൾ നാട്ടിൽ വന്ന ശേഷം വൈഫിൻ്റെ മദറിന് ഫിസിക്കലി ആൾക്ക് ഭയങ്കര കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വെക്കേഷൻ പ്ലാൻ ചെയ്ത് ഗുരു പൗർണമിക്ക് വേണ്ടി കാശി വഴി ഞങ്ങൾ തൊഴുത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോൾ വൈഫിൻ്റെ അമ്മയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വൈഫിൻ്റെ അമ്മേനെയും നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല, ചെയ്തിട്ടില്ല, ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആൾ 75 ഇയർ ഓൾഡ് ആണ്. അപ്പോൾ കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കരകയറി വരികയാണ്. ഇപ്പോൾ എന്താണെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവായിട്ട് മരുന്ന് കഴിച്ച് ഹീമോഗ്ലോബിൻ കൂടി. അപ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഒരു 200ലേക്ക് പ്രഷർ വന്നു. ഈ പ്രഷർ 200ലേക്ക് വന്നപ്പോൾ എന്താ വെച്ചാൽ ആളുടെ ഐ വിഷൻ കുറച്ച് പ്രശ്നമായി. അപ്പോൾ ഡ്യുവൽ വിഷനായി. ഈ ഡ്യുവൽ വിഷനാകുമ്പോൾ ആൾക്കെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്നും പിന്നെ മേലെ നിന്നൊക്കെ കുറേ എന്തൊക്കെയോ ജീവികൾ ഇങ്ങനെ വരുന്ന പോലത്തെ ആൾക്ക് എപ്പോഴും തോന്നുക. അപ്പോൾ ആൾക്ക് എപ്പോഴും പേടി, കണ്ണ് തുറന്ന പേടി. അപ്പോൾ ഇതിൽ ആരോ വരുന്നുണ്ടെന്നുള്ള പേടി. അതല്ലാതെ തന്നെ ഒരു 6 മണി, സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം ആളുടെ ചെവിടിൽ ഭയങ്കര മൂളലാണ്, ഭയങ്കര സൗണ്ടിൽ. അപ്പോൾ ഇതിങ്ങനെ സൗണ്ട് വന്ന് ആൾക്ക് ഭയങ്കര തലവേദന, രാത്രി ആൾക്ക് ഉറക്കില്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന ഒരു ദിവസം മുന്നേ അച്ഛൻ പറഞ്ഞു, വൈഫിൻ്റെ അച്ഛൻ പറയാണ്, അന്ന് രാത്രി 1 മണിക്ക് കഴിഞ്ഞിട്ട് ഭയങ്കര ഓളിയും ബഹളമായിരുന്നു, കരച്ചിലായിരുന്നു, കണ്ണ് തുറക്കാണ്ട് കരയുക, ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ടും കണ്ണ് തുറക്കുന്നില്ല. അപ്പോൾ പിറ്റേ കാലത്ത് എണീക്കുമ്പോൾ ആൾ നോർമലാണ്, പക്ഷേ രാത്രി ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പേടി. വിഷൻസിൻ്റെ പ്രശ്നം എപ്പോഴും ഉണ്ട്. അപ്പോൾ 2 ദിവസം അങ്ങനെ സംഭവിച്ചു. ആൾക്ക് ഉറങ്ങാൻ പറ്റാണ്ട് ആൾ വീണ്ടും ഭയങ്കരമായിട്ട് വീക്കായി. അപ്പം നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു 75 വയസ്സായിട്ടുള്ള അമ്മ ഉറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് ചെവിട്ടിൽ സൗണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര തലവേദന വരും. അപ്പോൾ ആ അമ്മ എങ്ങനെയാണ് സഹിക്കണേ? ഞാൻ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ ഞാൻ സന്ധ്യയ്ക്ക് വീട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു,
2 ദിവസം 3 ദിവസം അമ്മയുടെ കൂടെ ഇരുന്നോളൂ, അമ്മയുടെ കൂടെ തന്നെ കിടക്കൂ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ എന്ത് ചെയ്തു, അമ്മേനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കൈ തലയിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഗുരുമാതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഗുരുമാത ഞാൻ എനർജി പാസ് ചെയ്യാണ് അമ്മയ്ക്ക്, എൻ്റെ കൂടെ ഉണ്ടാവണം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി ഞാൻ വലിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ആ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് വലിച്ചെടുത്തു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ ഗുരുമാത എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. എനിക്കറിയാം അമ്മ ഉറങ്ങാനാണ് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റണം, അത് രോഗം എടുത്ത് മാറ്റാൻ നമ്മൾ ആളല്ല, അപ്പോൾ ഉറങ്ങാൻ പറ്റണം, അതാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് വൈഫിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീട് അവരുടെ വീട് തമ്മിൽ ഒരു 5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കാൻ നിന്നില്ല. എനിക്കറിയായിരുന്നു അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്ന അറിയായിരുന്നു, അതാണ് എനിക്ക് വേണ്ടത്. അത് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അമ്മ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൊടുത്ത്. ആൻഡ് അല്ലെങ്കിൽ ബിക്കോസ് നിങ്ങൾ ഈ സുഷുമ്ന ക്രിയ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ അതിന് മുമ്പേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ തോന്നിയിട്ടുണ്ടാവും? ഇല്ല. ഇത് സ്വതയായിട്ട് അത് ബിക്കോസ് അമ്മ നിങ്ങളെ തോന്നിപ്പിച്ചു. ഞാൻ ചെയ്യും ബിക്കോസ് അമ്മ അങ്ങനെയാണ്. നമ്മൾ എല്ലാ കുട്ടികളെ ഇത്ര നല്ലോണം അമ്മയ്ക്ക് അറിയാം എന്താ നമ്മളുടെ എന്തെങ്കിലും വിഷമവും എല്ലാം ഉള്ള അത് അമ്മയ്ക്ക് നല്ലോണം അറിയാമെന്ന് അമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ കറക്റ്റ്. ഇത് ഒരു നല്ലൊരു എന്നിട്ട് പിന്നെ എന്തായി നെക്സ്റ്റ് ഡേ? അപ്പോൾ ഇതിപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെയാണ് ഗുരുമാത തോന്നിപ്പിച്ചാൽ എനിക്ക്. അപ്പോൾ അന്ന് പിറ്റേ ദിവസം കാലത്ത് ഞാൻ അമ്പലത്തേക്ക് പോയിട്ട് ഞാൻ 10 മണിക്ക് വിളിക്കുകയാണ് വൈഫിനെ, എന്തായി, എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു, ആൾ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ആൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി എനിട്ടിരുന്നു, പക്ഷേ ആൾക്ക് ഉറങ്ങാൻ പറ്റി, ഇങ്ങനത്തെ പേടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് പവറും ഗുരുമാതടുത്ത് ഞാൻ ഭയങ്കര താങ്ക്സ് പറഞ്ഞു. പിന്നെ അന്ന് രാത്രിയും ഞാൻ പോയി വീണ്ടും ഞാൻ ഇങ്ങനെ ഇതുപോലെ ഞാൻ എനർജി പാസ് കെട്ടിപ്പിടിച്ച് എനർജി പാസ് ചെയ്തു. അന്ന് രാത്രി എൻ്റെ വൈഫ് അടക്കം പറഞ്ഞു അമ്മ സുഖമായി കിടന്നുറങ്ങിയെന്ന് ഒത്തിരി. അപ്പോൾ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് എന്ന് പറയാണ്, കുറേ നാൾക്ക് ശേഷം പോലെ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങാണ്. എന്നിട്ട് എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, താങ്ക്സ് പറയേണ്ട കാര്യമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. അമ്മമാർ നമ്മളോട് താങ്ക്സ് പറയേണ്ട കാര്യമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ തളരും. അപ്പോൾ അങ്ങനെ 2-3 ദിവസം പറ്റാതെ അങ്ങനെ അതിനുശേഷം നന്നായിട്ട് ഉറങ്ങിയിട്ട് ആ ഒരു അമ്മ അങ്ങനെ പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര നിർവൃതി ഉണ്ടായി. ഞാൻ ഗുരുമാതടുത്ത് വീണ്ടും താങ്ക്സ് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കഴിവും കൂടി എനിക്ക് കാണിച്ചു തന്നെ. അപ്പോൾ സുഷുമ്ന ക്രിയായോഗം എന്നത് നമ്മളെക്കുറിച്ചോ നമ്മുടെ ഫാമിലിയെക്കുറിച്ചോ മാത്രമല്ല, നമ്മുടെ പ്രൊഫഷനെ കുറിച്ചോ സ്പിരിച്വൽ ലൈഫ് മാത്രമല്ല, മറ്റുള്ള ആളുകളെ ഇങ്ങനെയും കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു പുതിയൊരു ഡയമെൻഷനിൽ ഒരു പുതിയൊരു വഴി എനിക്ക് കാണിച്ചു. അത് ഒത്തിരി ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ഇത് ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്താ ഇങ്ങനെ നമ്മുടെ വിപിൻ സാഗർജീനെ എത്ര ഹെൽപ്പ് ആയിട്ടുണ്ട് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ആൻഡ് ടു സം എക്സ്റ്റെൻഡ് ടു ഹെൽപ്പ് അതേഴ്സ്. So you can understand and from this that I sitting here and it is എൻ്റെ ഒരു ഭാഗ്യം തന്നെ ഞാൻ പറയാം ദാറ്റ് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് കേട്ടിട്ട് മനസ്സിലാക്കാൻ എന്നിട്ട് നമ്മുടെ എല്ലാ ഓഡിയൻസിനോട് പറയാൻ അവർക്ക് മനസ്സിലാവും. പിന്നെ അവർക്കും കുറച്ചൊരു മോട്ടിവേറ്റ് ആവും. നമ്മൾ ഈ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് സറണ്ടറൻസ് നമ്മളുടെ ഗുരുസിൻ്റെ കൊടുത്താൽ നമുക്ക് അവരെ എല്ലാ വഴി കാണിക്കും. അതാണ് നമ്മുടെ സുഷുമ്ന ക്രിയ യോഗ ഈസ് ഓൾ അബൌട്ട്. സോ താങ്ക് യു സോ മച്ച് വിപിൻ സാഗർജി for sharing your such beautiful and wonderful experiences. നമ്മളുടെ എല്ലാ ഓഡിയൻസിനും നമ്മൾക്ക് അപ്പോൾ അതിൽ നമുക്ക് it is only for everybody to just experience. That is the only thing. Om Sushumna Mangalam Nitya Shubha Mangalam. വിപിൻ സാഗർജിയുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ഉണ്ട്, എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ വിപിൻ സാഗർജി പറഞ്ഞു നിങ്ങളെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇനീഷ്യേഷൻ നിങ്ങളെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ മീൻസ് നിങ്ങൾ സ്വന്തം ആയിട്ടാണ് തോന്നിയത്? അതിന് മുമ്പേ നിങ്ങളുടെ എങ്ങനെയായിരുന്നു ലൈഫ്? ഈ മെഡിറ്റേഷനിലേക്ക് വരുന്ന മുമ്പേ നിങ്ങൾ എനി കൈൻഡ് ഓഫ് സ്പിരിച്വൽ പാത്തിലായിരുന്നോ? നിങ്ങൾ
എനി കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നോ? അതൊന്നും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓം സുഷുമ്ന. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ, പക്ഷെ അതൊരു പ്രോപ്പർ ഗൈഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്തു പോയിരുന്നു. കാരണം കുറേ ബുക്കുകളിലും മറ്റുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുള്ള അറിവുകളുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കാം, പല പല മുദ്രകൾ, കണ്ണടച്ചിരിക്കാം, അങ്ങനെ നമ്മൾ കേട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ബാബാജിയെ കുറിച്ച് അറിയായിരുന്നു, നമ്മൾ ബുക്കുകൾ വായിച്ചിട്ടുള്ള കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മകൻ സ്പെഷ്യലാണ്. അപ്പോൾ ആള് ഓട്ടിസ്റ്റിക് ആണെങ്കിലും ആൾക്ക് സീഷർ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൾ പലതവണ പാരലൈസ്ഡ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് മെഡിറ്റേഷൻ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അറിയാം മെഡിറ്റേഷൻ എന്താണെന്നുള്ളത്. പക്ഷേ ഞാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. എനിക്കൊരു പുഷ് എപ്പോഴും വേണം എല്ലാ കാര്യത്തിനും. അപ്പോൾ ആളാണ് എൻ്റെ എല്ലാ കാര്യത്തിലും നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സുഷുമ്നക്രിയയെക്കുറിച്ച് കേൾക്കുന്നത് ലാസ്റ്റ് ഗുരുപൗർണിമയുടെ ദിവസമാണ്. ഹസ്ബൻഡ് യൂട്യൂബിൽ ഇതിങ്ങനെ കാണിച്ചു തരികയാണ്, ഇങ്ങനെ സമിത സമർപ്പണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെയാണ്. അപ്പോൾ ആള് ഡീറ്റോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇല്ല, എനിക്കത് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുമോ അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഗുരുമാതയെ കുറിച്ച് അറിയണതും എങ്ങനെയാണ് അതിൻ്റെ മെഡിറ്റേഷൻ ടെക്നിക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം, ഇങ്ങനെ സാറ്റർഡേസിലാണ് അത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് പറഞ്ഞപ്പോൾ ശരി, എനിക്കും അതെന്താണെന്ന് അറിയണം, എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണം പറഞ്ഞ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ മുന്നും ചെറിയ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വിഷൻസും കുറേ, എനിക്കങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള വിഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇൻഡ്യൂഷൻസ് കുറേ കിട്ടാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിങ്ങനെ എപ്പോഴും ആളോട് എന്തുണ്ടെങ്കിലും ആളോട് പറയും. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പൂർവ്വജന്മത്തിൻ്റെ ഉണ്ടാവും, അപ്പോൾ നിനക്ക് കൂടുതൽ ഇതിൽ നീ ഇൻവോൾവ് ആയാൽ കുറച്ചും കൂടി നിനക്കിതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും, കുറച്ചും കൂടി നിനക്ക് അതിനുള്ള കേപ്പബിലിറ്റിയിൽ നീ ചെയ്യണമെന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ തന്നിരുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ അതിൽ കുറേ. നിങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത്? ഞാൻ 8 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അദ്ദേഹം ചെയ്തൊരു 8 മാസമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ആദ്യം ചെയ്തു തുടങ്ങിയത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരുമിച്ച് ചെയ്യാം. അതിന് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, ആളുടെ കൂടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉള്ള എനർജി അല്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്ന് എപ്പോഴും പറയാറുണ്ട്. ഈവൻ നമ്മൾ 2 റൂമിലിരുന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് തോന്നാറുണ്ട്. വൈബ്രേഷൻസിന്റെ വ്യത്യാസം നമുക്ക് കറക്റ്റ് അറിയാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മെഡിറ്റേഷനിലേക്ക് വരുന്നത് ഗുരുപൂർണിമയുടെ ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് എൻ്റെ ഒരു എന്താ പറയുക ഡെയിലി മെഡിറ്റേഷൻ അതിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തോ ജീവിതത്തിൽ റൂട്ടീനാണ്, നമുക്കത് എന്തോ നമ്മളുടെ ലൈഫിലേക്ക് ഞാനത് ചെയ്തില്ലല്ലോ, എനിക്കത് എന്തോ നഷ്ടമായി പോയ പോലെ, എന്തോ ഒരു മിസ്സിങ് ആണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ പറയില്ലേ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു ഫീല് പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുകയാണ്. പിന്നെ 49 ഡേയ്സാണ് ചെയ്യേണ്ടേ പറഞ്ഞു. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു 49 മിനിറ്റ്സ് ഇരിക്കാനായിട്ട്. ഇപ്പോഴും ചില സമയത്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് ബാക്ക് പെയിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആളെന്നെ എൻകറേജ് ചെയ്യും, ഇല്ല നീ ഇരുന്ന് നോക്ക്, ഇന്ന് നിനക്ക് പറ്റും. അപ്പോൾ ആളും ആ ഒരു പ്രെയർ ഉള്ളത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞു 14 മിനിറ്റ്സ് ചെയ്ത് നോക്കൂ, നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, ദെൻ യു കണ്ടിന്യൂ, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്യുക പറഞ്ഞ് 14 മിനിറ്റാണ് ആദ്യം ചെയ്തത്. അതിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു എനർജി ഡിഫറൻസ് ഫീൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 21 ഡേയ്സ് 49 ഡേയ്സിൽ 21 മിനിറ്റ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആ 21 മിനിറ്റ്സിൽ എനിക്ക് ആ 21 മിനിറ്റ്സ് തീരുന്നത് അറിയണില്ല. ഒരുപാട് നമുക്ക് വിഷൻസും അതിനെ നമ്മൾക്ക് നമ്മുടെ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ പറ്റിയിരുന്നു. അത്ഭുതം തന്നെയാണ്. ആൾക്കാർ നമ്മൾ കേൾക്കും എന്താ 49 മിനിറ്റ്സ് ചെയ്തിട്ട് വിഷൻസ് കിട്ടുക. ഇവിടെ 14 മിനിറ്റ്സിലും നമുക്ക് വിഷൻസ് കിട്ടുന്നുണ്ട്, 21 മിനിറ്റ്സിൽ. അപ്പോൾ നിങ്ങളുടെ ആ ബ്ലെസ്സിങ്സും ഗുരുമാതയുടെ ഗ്രേസ് എത്ര പവർഫുൾ. നമ്മൾ അത്രയും തീക്ഷ്ണമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടുന്നുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഫസ്റ്റ് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണത് ബാബാജിയുടെ ബ്ലെസ്സിങ് ആണ്. എക്സ്പീരിയൻസും ഉണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു ട്രിപ്പിനായിട്ട് നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒരു ദിവസം എനിക്ക് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോൾ ബാബാജി പറയണം. അപ്പോൾ എനിക്ക് ഈ ചെറിയ ഇങ്ങനെ ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ ഇങ്ങനെ എന്തെങ്കിലും പിസ്താഷ്യല്ല് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ. അപ്പോൾ എനിക്ക് ഒട്ടും അറിയില്ല വരയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, എനിക്ക് ഒട്ടും അറിയില്ല. പക്ഷേ ഒരു ദിവസം എന്നോട് ബാബാജി ഇങ്ങനെ ഒരു തമാശ പോലെ പറയാണ്, നിനക്ക് എന്നെ വരയ്ക്കാൻ പറ്റും, യു ജസ്റ്റ് ട്രൈ, നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് എന്നെ വരയ്ക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഒരു പേനയോ പെൻസിലോ എടുത്ത് വരച്ചിട്ടില്ല. ഐ സ്റ്റാർട്ട് ടു ഡ്രോ ബാബാജി. പക്ഷെ ഞാനത് വരച്ചിട്ട് എനിക്ക് തന്നെ തോന്നുന്നത് അതൊരു കംപ്ലീഷൻ വരുന്നില്ല വരയ്ക്കുമ്പോൾ. നമുക്കൊരു രൂപം കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു എന്താ പറയുക, ഒരു ഡോളാണെങ്കിലും ഒരു ടോയ് ആണെങ്കിലും വരയ്ക്കുമ്പോൾ നമുക്ക് പറയില്ല അത് കണ്ടാൽ അത് ഇന്നതാണെന്ന് മനസ്സിലാവും, അതാവണില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ തമാശയായിട്ട് പറയാണ്, എൻ്റെ ചെവി നീ വരയ്ക്കണത് ശരിയല്ല, അതാണ് നിനക്ക് എന്നെ ഭംഗി തോന്നാത്തത് പറയാണ്. നീ എൻ്റെ ചെവി നോക്ക്, നീ എൻ്റെ ചെവി നോക്ക്, അപ്പോൾ നിനക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നിനക്കറിയാം നീ എന്നെ വരച്ചത് കറക്റ്റാണോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനെ അയച്ചു കൊടുത്തു. കണ്ടു, ഞാനിന്നിരുന്ന് വരച്ചതാണ് ബാബാജി എന്നോട് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇല്ലേ നിനക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്, നീ ട്രൈ ചെയ്യ്, നിനക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് പറയാണ്. പക്ഷെ എൻ്റെ ഇന്നറായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും ഞാൻ എടുത്ത് വരച്ചിട്ടില്ല. പിന്നീട് ഞാൻ അറിയാതെ തന്നെ ഞാൻ വരച്ചു. യൂട്യൂബ് നോക്കിയിട്ടാണ് വരയ്ക്കുന്നതെങ്കിലും ഞാൻ തന്നെ, നമ്മൾ പറയില്ലേ നമുക്കുള്ളിലുള്ള അറിയാതെ കിടന്ന ചില കഴിവുകൾ ബാബാജി തട്ടി ഉണർത്തിയ പോലെ. അപ്പോൾ അതിലെന്താണ് എനിക്കൊരു പ്ലസ് പോയിന്റ് എനിക്ക് ബാബാജി തന്നതെന്ന് വെച്ചാൽ, മകനിലായാലും മറ്റുള്ള കാര്യങ്ങൾ, ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മൈൻഡിന് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ ഞാൻ പടം വരച്ച് വലിയൊരാളാവാനല്ല, നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് മെൻ്റലി ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യം എന്തായാലും നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് ഞാൻ എപ്പോഴും ആക്കുമ്പോൾ ബാബാജീനെ എല്ലാവരും ഭയങ്കര ഒരു പേടിയിലാണെങ്കിലും ഞാൻ ബാബാജിയായിട്ട് ഒരു ഫ്രണ്ട്ലിയാണ് ആ ഒരു ഇത് തന്നെ. അതെ അതെ. പിന്നെ എനിക്ക് എപ്പോഴും ഷിർദി സായിബാബയുടെ ഒരു ബ്ലെസ്സിങ് എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. എപ്പോഴും എവിടെ ഇരിക്കുകയാണെങ്കിലും സായിബാബ അടുത്തിരിക്കുന്ന പോലെ സായിബാബ എപ്പോഴും വിഷൻസ് തന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും സങ്കടം വരുമ്പോൾ നമ്മൾ പറയില്ലേ, ആസ് എ ഫാദർ എനിക്ക് മോള് പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്, ആ ഒരു ഫീല് എപ്പോഴും. ഞങ്ങൾക്ക് ഷിർദി പോവാനും ഷിർദി ബാബ നമ്മളെ അവിടെ എത്തിക്കാനും കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, എപ്പോഴും ഷിർദി ബാബ നമ്മുടെ അടുത്ത് നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സാന്നിധ്യം എപ്പോഴും നമുക്ക് ഷിർദി ബാബയുണ്ട്. അതുപോലെ തന്നെ അമ്പാടി കണ്ണൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയാറുണ്ട്, എനിക്ക് കൃഷ്ണൻ എപ്പോഴും എന്നെ ഒരു ഇങ്ങനെ കളിപ്പിക്കുന്ന പോലെ തോന്നാറുണ്ട്. മഹാദേവനോടാണ് കൂടുതൽ അടുപ്പം എനിക്ക് തോന്നാറുണ്ടെങ്കിലും ദേവിയായിട്ട് ഞാൻ നന്നായി ഉപാസിക്കുന്ന ഒരാളാണ്. പക്ഷെ കൃഷ്ണൻ എപ്പോഴും എന്നെ കളിപ്പിക്കാൻ തോന്നും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷൻസ് വരാറുള്ളത് ഉണ്ണിക്കണ്ണൻ്റെയാണ്. ഒടക്കുഴലായിട്ടും മയിൽപ്പീലിയായിട്ടും. അപ്പോൾ അത് ആ കാണുന്ന അന്നത്തെ ദിവസം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ അതെനിക്ക് ആ ഒരു മെഡിറ്റേഷനിൽ ആ കണ്ടതിൻ്റെ ആ ഒരു വിഷനിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതൊരു റിലാക്സ് ചെയ്യാനും മൈൻഡ് റിലാക്സ് ചെയ്യാനും ഒക്കെ. ഇപ്പോൾ ആള് പറഞ്ഞ പോലെ തന്നെ മോന് അങ്ങനെ സ്പെഷ്യൽ ആയതുകൊണ്ട് ആള് വളർന്നു വരികയാണ്. ഇപ്പോൾ ആ ഒരു ഏജിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആള് കുറേ ഇങ്ങനെ മെൻ്റൽ സ്ട്രെസ്സുകൾ തരാറുണ്ട്. അപ്പോൾ എനിക്ക് മെഡിറ്റേഷൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ വീട്ടിലിരിക്കുന്ന പ്രശ്നങ്ങളില്ലാത്ത എല്ലാവരും ഇവിടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, ലേഡീസ് ആയാലും ജെൻസ് ആയാലും എല്ലാവരും. അപ്പോൾ സുഷുമ്ന ക്രിയ ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡിൽ ഭയങ്കര റിലാക്സ് ചെയ്യാനും നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് ചിന്തിക്കാനും കറക്റ്റ് സംസാരിച്ച് ആ ഒരു രീതിയിലേക്ക് പോവാൻ നമ്മുടെ ലൈഫിൽ അതൊരു നല്ലൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്. സോ നമ്മളുടെ ഓഡിയൻസിനോട് ഞാൻ പറയാം, നമ്മൾ രാധികാജീന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ആ മെഡിറ്റേഷൻ തുടങ്ങിയ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇമ്മീഡിയറ്റ്ലി മാതാ ബാബാജി അവിടെ ഉണ്ടായിരുന്നു, കൈ പിടിച്ചിട്ട് പറയുണ്ടായിരുന്നു, ഇല്ല നിനക്ക് ചെയ്യാൻ പറ്റും, നീ ഡ്രോ ചെയ്യുക. അപ്പോൾ അവരുടെ ആ കോൺഫിഡൻസ് അവർ പുഷ് ചെയ്തിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റും. ബിക്കോസ് കംപ്ലീറ്റ് സറണ്ടറൻസ് കൊണ്ട് രാധികാജി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പേഴ്സണലായിട്ട് അത് മെയിൻ റീസൺ അത് എന്താ പറയുക,
ആസ് രാധികാജി പറഞ്ഞത് നമ്മൾക്ക് അത് പെയിൻറ്റിങ് ചെയ്തിട്ട് എവിടെ വിൽക്കാൻ അതിനൊന്നുമല്ല, അത് ബിക്കോസ് ടു ഫോക്കസ്, ടു ടേക്ക് ഔട്ട് യുവർ മൈൻഡ് ഫ്രം ഓൾ ദ അൺനെസസറിലി ക്ലട്ടർ ആൻഡ് ടു ഫോക്കസ് ആൻഡ് ബി സ്ട്രെസ് ഫ്രീ. അതാണ് നമുക്ക് ഈ എന്തെങ്കിലും ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. ഇത് ഒരു പേഴ്സണലി നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകൻ വന്ന് വാശി പിടിക്കുകയാണെങ്കിലും അവനറിയാം ഞാൻ ഐ എം ഡൂയിങ് സംതിങ്. അപ്പോൾ അവൻ ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ അവനറിയാം. അപ്പോൾ ഹി വിൽ സിറ്റ് ബാക്ക് ആൻഡ് വാച്ച് TV. അപ്പോൾ ആൾക്കറിയാം നമ്മൾ അപ്പം അമ്മ എന്തോ ചെയ്യാണ്. അപ്പോൾ അത് എനിക്കൊരു റിലാക്സ് ആണ്. അവനെ ആ ഒരു എന്താ പറയുക, ഒരു വാശി എന്നൊരു ലെവലിലേക്ക് കൊണ്ടുപോവാ. വാശി എന്നൊരു ലെവലിലേക്ക് പോവാതിരിക്കാൻ. അല്ലെങ്കിൽ അവൻ വാശി പിടിക്കുമ്പോൾ ഞാനും ഫ്രസ്ട്രേഷൻ ആവും, ഞാനും അവനുമായിട്ട് ഷൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അവനങ്ങനെ ഒരു ലൈഫ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഷൗട്ടിങ്ങിൽ, അത് ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയും, നമുക്കങ്ങനെ ഒരു മകനെ തന്നപ്പോൾ നമ്മൾ ചില വാക്കുകളൊക്കെ ദേഷ്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അത് വീണ്ടും നമ്മുടെ നെക്സ്റ്റ് ലൈഫിൽ അത് ഫോളോ ചെയ്യുമ്പോൾ, അപ്പോൾ അത് നമ്മൾക്ക് അതില്ലാതിരിക്കാൻ ചിലപ്പോൾ ഗുരുമാരുടെ ഒരു ഹെൽപ്പിൽ, ബാബാജി വഴി എന്നെ ഒരു ലൈഫ് ഇങ്ങനെ എന്താ പറയുക, മൈൻഡൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി. അത് കൊറോണ സമയത്താണ് ഞാനത് ചെയ്തിരുന്നത്. കാരണം മകൻ സ്കൂളിലാണ്, സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്, ബോർഡിങ് സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ അവനെ തല്ലാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൂടെ തന്നെ എത്തേണ്ട സമയം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് എനിക്കൊരു, പക്ഷേ ഇപ്പോൾ ഞാൻ ആ പെയിൻറ്റിങ് കണ്ടിന്യൂ ചെയ്യണില്ല. എനിക്ക് അങ്ങനെ ഒരു ഫീലേ ഇല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല. ഇല്ല. അപ്പോൾ ബാബാജിക്ക് അറിയാം എനിക്ക് ആ സമയത്ത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ് എന്ന്. അത് ഞാൻ റിയലൈസ് ചെയ്തെടുത്തതാണ്. ഞാൻ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, ഇപ്പം എനിക്ക് വരയ്ക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ തന്നെ റിയലൈസ് ചെയ്തു ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മൈൻഡ് റിലാക്സ് ആവാനുള്ള ഒരു വഴി കാട്ടി തന്നതാണെന്നുള്ളത്. അത് അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. 49 days കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റി. ഈ 49 days കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്നൊന്നും ചില കാര്യങ്ങൾ വിശ്വാസത്തിലേക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്ത് കാര്യം ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാനായിട്ട് അതിലേക്ക് കണ്ടെത്തി പോവുകയാണെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ വേറൊരാൾ പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈഗോൻ്റെ ബേസിലല്ല, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഞാനത് വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും, അപ്പം ഞാനത് കണക്ട് ചെയ്യും, അത് വേറെ എന്തോ ആണ്, അത് അങ്ങനെ ആവാൻ വഴിയില്ല, എങ്ങനെ ആവാൻ വഴിയില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു 30 days ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര സ്ട്രഗിളായി തുടങ്ങി. അപ്പോൾ എന്തോ ഉണ്ട്, ഇത് അങ്ങനെയൊന്നും അല്ല, ഇതെന്തോ പ്രശ്നമുണ്ട്, ഇത് അങ്ങനെയല്ല, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എന്തുണ്ടെങ്കിലും ഞാൻ ആളോട് സംസാരിക്കും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്താ എനിക്കങ്ങനെ നെഗറ്റീവായിരുന്നു. പക്ഷേ ഗുരുമാതയുടെ ഒരു അനുഗ്രഹം, അദ്ദേഹം എനിക്കതിൻ്റെ നിനക്കതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഇന്നതാണ്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് എനർജീസ് വരും. അപ്പം നീ ഈ നെഗറ്റീവ് എനർജീസിൽ നിന്ന് നീ വിട്ടു നിൽക്കണം. അപ്പോഴേ നിനക്ക് അത് നീ കോൺസ്റ്റന്റ് ആയിട്ട് ഗൈഡൻസ് ഉണ്ടായിരുന്നു ഗുരുമാതയുടെ മെഡിറ്റേഷൻ 49 days. ഈ 49 daysലും എനിക്ക് ഗുരുമാതയുടെ പ്രസൻസ് ഉണ്ട് എപ്പോഴും കൂടെ, എപ്പോഴും. പക്ഷെ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിന് ആൻസർ ഞാനല്ല തന്നെ, നീ മെഡിറ്റേഷനിലൂടെ തന്നെ നീ ചോദിക്കുക, എന്നാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്, അപ്പൊ നിനക്ക് അതിനുള്ള ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെയാണ് ചോദിക്കുന്നത്, എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ സുഷുമ്ന ക്രിയയിൽ മനസ്സിലാക്കിയത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗുരുമാതോട് ചോദിക്കാം, അത് നമുക്ക് അതിലേക്ക് റീച്ച് ആവും. ഞാൻ ഗുരുമാതോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്താ അങ്ങനെ പറ്റണേ, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നപ്പോഴേക്കും ഞാൻ കരഞ്ഞു. അപ്പോൾ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. ഗുരുമാ എന്നെ വന്ന് ഭയങ്കര ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, ഡോണ്ട് വെറി, ഐ എം ഓൾവേസ് വിത്ത് യു, യു ഡു എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ, യു കണ്ടിന്യൂ, ഐ എം ഓൾവേസ് വിത്ത് യു എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ തൊട്ട് എനിക്കത് അതിലേക്ക് ഇങ്ങനെ ആ ഒരു ബിലീവ് കൂടുതൽ ഇങ്ങനെ വന്നു. പക്ഷെ എപ്പോഴും എന്നിലിങ്ങനെ അതെന്താ അങ്ങനെ വരണേ, അതെന്താ ഇങ്ങനെ വരണേ, എപ്പോഴും ഞാൻ ചോദിക്കും. പക്ഷെ ഹസ്ബൻഡ് നല്ലൊരു എന്താ പറയുക, എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുഷിൽ എനിക്ക് 49 days കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഇടയ്ക്ക് രാവിലെ ചിലപ്പോൾ ഇരുന്നാലും ചില സമയത്ത് എനിക്ക് ഇപ്പം മോള് സ്കൂളിൽ പോകുന്ന 4:30 ആകുമ്പോഴേക്കും എനിക്ക് എണീക്കണം. അപ്പോൾ എനിക്ക് 2:30 മെഡിറ്റേഷൻ ഇരുന്നാൽ പിന്നെ ചിലപ്പോൾ മോളുടെ സ്കൂൾ മിസ്സാവും. അപ്പോൾ അവളെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഞാൻ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് കുറച്ചും കൂടി പീസാണ്. ആരും ഇല്ല, ആൾ ജോലിക്ക് പോകും, മകൻ നാട്ടിൽ സ്കൂളിലാണ്. അപ്പോൾ ഇരുന്നിട്ട് ചിലപ്പോൾ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരത്തെ സായം സന്ധ്യ മെഡിറ്റേഷൻ ഒരു 21 minutes എങ്കിലും ഇരിക്കും. അപ്പോൾ മോർണിംഗ്, അപ്പോൾ എൻ്റെ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ മോർണിംഗ് 21 ഇരുന്നുണ്ട് ഗുരുമാതയായിട്ട്, ഈവനിങ് ഞാൻ 21 minutes ഗുരുമാതയുടെ കൂടെ ഇരുന്നു
എന്നൊരു ഇതാണ്. ഈവൻ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് ഗുരുമാതയുടെ സൗണ്ട് കേൾക്കാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ മക്കൾക്കറിയാം. ഞാൻ മകള് കുറച്ചും കൂടി ആക്റ്റീവാണ് എൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ മകൻ എന്തെങ്കിലും ഇതാവുമ്പോൾ ഞാൻ മോളോട് പറയും ഞാൻ മെഡിറ്റേഷന് കയറുകയാണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പോൾ അവൾക്കറിയാം. അപ്പോൾ മകളും എന്നും 21 ടൈംസ് ഓംകാരം ചൊല്ലി തുടങ്ങി. 6 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അവളും ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഡെയിലി അവളുടെ ഒരു ലൈഫിൽ. നമ്മൾ നാമം ചൊല്ലുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ചൊല്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ സുഷുമ്ന ക്രിയയിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നമ്മള് നാമം ചൊല്ലുക അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, എന്നും തൊഴുക, അങ്ങനത്തെ കാര്യങ്ങളല്ലോ. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ്റെ ആ ഒരു ഡെപ്തിലേക്ക് പോയപ്പോഴാണ് നമ്മൾ കൈകൂപ്പുന്ന ഭഗവാന്മാരെ നമ്മുടെ മുന്നിൽ കാണാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ പലരുടെയും ഈ യൂട്യൂബിൽ നമ്മൾ കാണുന്നുണ്ട് ബാബാജി വന്നു, ബാബാജി കണ്ടു, സായിബാബയെ കണ്ടു എന്നൊക്കെ പറയണത്. അപ്പോൾ എനിക്കുള്ളിൽ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുക, ഞാനും കണ്ടു എൻ്റെ ബാബാജീനെ, ഞാനും കണ്ടു സായിബാബേനെ, ഞാനും കണ്ടു എൻ്റെ കണ്ണനെ, അല്ലെങ്കിൽ ഞാനും കണ്ടു എൻ്റെ ദേവിയെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. അതൊക്കെ ഈ സുഷുമ്ന ക്രിയയിൽ വന്നതിന് ശേഷമാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് വന്നപ്പോഴാണ്. ഇതിൻ്റെ മുമ്പേ നിങ്ങൾ പറയണ്ടായിരുന്നു ബാബാജിയുടെ എപ്പോഴും നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ടല്ലേ അല്ലേ?